കോട്ടയം ജില്ലാ പഞ്ചായത്ത് കുറവിലങ്ങാട് ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക മാറ്റിവെച്ചു. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി ജോസ്മോൻ മുണ്ടക്കലിന്റെ പത്രികയാണ് മാറ്റിവെച്ചത്. പഞ്ചായത്ത് അംഗമായിരിക്കെ കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ സിറ്റിംഗ് അലവൻസ് വാങ്ങിയെന്ന ആരോപണത്തെ തുടർന്നാണ് നടപടി. അപ്പം ഞാൻ ആ 3 മാസക്കാലം ഓണറേറിയം വാങ്ങിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ആരോടും പറഞ്ഞിരിക്കുന്നത്. ആ 3 മാസക്കാലം ഓണറേറിയം ചോദിച്ചുകൊണ്ട് ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിക്കൊന്നും ഞാൻ കത്തൊന്നും കൊടുത്തിട്ടില്ല. സ്വാഭാവികമായും പഞ്ചായത്ത് സെക്രട്ടറി തന്നെ എനിക്ക് അർഹതപ്പെട്ടതായതുകൊണ്ടാണല്ലോ എൻ്റെ അക്കൗണ്ടിലേക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഓണറേറിയം തന്നുകൊണ്ടിരുന്നു 9,000 രൂപ. ആ 5 വർഷക്കാലം കൊഴുവനാൽ പഞ്ചായത്തിൽ മെമ്പറായ സമയത്ത് ഒരു പ്രാവശ്യം പോലും ഒരു TA അലവൻസ് മേടിക്കാത്ത ഒരാളാണ് ഞാൻ. മനസ്സിലായില്ല. അപ്പോൾ എനിക്ക് 27,000 രൂപ അധികമായിട്ട് അല്ലെങ്കിൽ ആ പൈസ അധികമായിട്ട് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ച ആളൊന്നുമല്ല. ഞാൻ 2020 വീണ്ടും ജില്ലാ പഞ്ചായത്ത് മത്സരിച്ചു. ഇത് 2018 നടന്ന കാര്യത്തിൻ്റെ പേരില്ല. അതിനകത്ത് പ്രശ്നമുണ്ടെങ്കിൽ 2020 ഈ വിഷയമൊക്കെ പറയേണ്ടതല്ലേ. മാത്രമല്ല പഞ്ചായത്ത് സെക്രട്ടറി ഈ 3 ഓണറേറിയം തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെയും എനിക്ക് നോട്ടീസ് നൽകിയിട്ടില്ല. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകുന്നത്. ടോബി, എന്താണ് സംഭവിച്ചത്? ഇതിൽ അദ്ദേഹം നൽകുന്ന വിശദീകരണം എന്താണ്? ജോസ്മോന്റെ വിശദീകരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. മുൻപ് ഈ ആരോപണം ഉയർന്നു വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ തനിക്കൊരു ക്ലീൻ ചിറ്റ് നൽകിയതാണെന്നുള്ള വിശദീകരണമാണ് ജോസ്മോൻ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നാണ് സൂക്ഷ്മ പരിശോധനയ്ക്ക് വേണ്ടി ജോസ്മോന്റെ പത്രിക എടുത്തപ്പോഴാണ് ഒരു എതിർപ്പ് അതിൽ വന്നത്. ആ എതിർപ്പ് ഉന്നയിച്ചത് കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഈ കുറവിലങ്ങാട് ഡിവിഷനിൽ കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത്. അവിടുത്തെ ഡെമ്മി സ്ഥാനാർത്ഥിയായിട്ടുള്ള ബിബിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതി ഉന്നയിച്ചത്. ആ പരാതിയിൽ പറയുന്ന ഇതായിരുന്നു: ഈ കൊഴുവനാൽ പഞ്ചായത്തിൽ അംഗമായിരിക്കുന്ന സമയത്ത് 2019 കാലഘട്ടത്തിൽ കൗൺസിലിൽ പങ്കെടുക്കാതിരിക്കുകയും അലവൻസ് കൈപ്പറ്റുകയും ചെയ്തു എന്നുള്ള ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങൾ കൃത്യമായി നൽകണമെന്ന് ഈ സൂക്ഷ്മ പരിശോധനയ്ക്കിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജോസ്മോനോട്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചത്തേക്ക് ഈ നാമനിർദ്ദേശ പത്രിക വീണ്ടും പരിശോധനയ്ക്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ വിശദാംശങ്ങൾ ലഭ്യമാക്കണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്തായാലും കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോരാട്ടത്തിന്റെ ഇടയിലാണ് ഈ ഒരു ആരോപണം വന്നിരിക്കുന്നത്. അതേ തുടർന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ പത്രിക മാറ്റിവെച്ചിരിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്, രാഷ്ട്രീയമായിട്ടുള്ള ഒരു നീക്കമാണ് ഈ നടത്തിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ജോസ്മോൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.